പക്ഷെ അങ്ങനെയല്ല, ഒരു സാധാരണ സിനിമാ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ആദ്യം ചിത്തുവിളി തുടങ്ങുന്ന താരത്തിലായിരിക്കും. ആക്ടറിൽ തുടങ്ങിയിട്ടേ അങ്ങോട്ടൊക്കെ എത്തുള്ളൂ. ഇന്റർവ്യൂവിൽ ആദ്യം ചിത്രം വീണക്കല്ലേ. അതെ, എനിക്ക് കോൺഫിഡന്റ് ആയിരുന്നു ഈ കഥാപാത്രം ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ടെൻഷനുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? സൈജനോട് ഞാൻ വേറെ കാര്യം പറയട്ടെ. അതായത് ഈ സൈജു കുറുപ്പ് പ്രസൻസ് എന്ന് എഴുതി കാണിച്ചപ്പോഴത്തേക്കും വളരെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ഒരു ചോദ്യം ഞാൻ കേട്ടു. സൈജു കുറുപ്പിന്റെ കയ്യിൽ ഇത്രയും പൈസയായോ, എത്ര സിനിമയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രസൻസ് എന്ന് എഴുതുന്നു, ഇതെന്താ സംഭവം എന്ന്. അതിനെന്താ ചേട്ടാ? ആക്ച്വലി ഈ പടത്തിൽ എനിക്ക് അറിയില്ല ബാക്കിയുള്ള ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന്, കാശ് അങ്ങോട്ട് കൊടുക്കുകയാണോ ഇങ്ങോട്ട് കിട്ടുകയാണെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ഇതിന്റെ അകത്ത് ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടില്ല ഇങ്ങോട്ടും കിട്ടുന്നില്ല. ഓ അത് ശരി. അതെന്താ ചേട്ടാ അങ്ങനെ ഒരു കളി? പ്രസൻസ് ആരെങ്കിലും ഒരാൾ പ്രസന്റ് ചെയ്യണമല്ലോ, അങ്ങനെ ഒരു പേര് വേണം. അപ്പോൾ ഇനി സനൂപും തോമസും ആരെങ്കിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ സനൂപ് എന്നോട് ചോദിക്കുന്നത് ചേട്ടാ സൈജു കുറുപ്പ് പ്രസൻസ് വയ്ക്കട്ടെ എന്ന്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്, എനിക്ക് സിനിമയുടെ കഥ മൊത്തം അറിയാം, ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നറിയാം, എന്റർടൈൻമെന്റ് ഉണ്ടെന്നറിയാം. ഇതാണ് നമ്മളൊരു നല്ല സിനിമയെന്ന് നമുക്ക് വേണ്ടത്. ടിൽ എന്റർടൈൻമെന്റ്. എന്റർടൈൻമെന്റ് കഴിഞ്ഞിട്ട് എന്താണ് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നത്? നമ്മള് ഇതൊരു ഫാന്റസി സിനിമയാണ്, ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട് മനുഷ്യന്റെ മുമ്പിൽ. അപ്പം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ അതിനുപരി ഇതിൻ്റെ അകത്ത് മെസ്സേജസ് കൊടുക്കുന്നുണ്ട്.